പുതിയ കാലം പുതിയ ഭാവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിർജിൻ പ്ലസ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ. വിർജിൻ പ്ലസ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങളെ ചെറുപ്പമാക്കും. പച്ചത്തേങ്ങയിൽ നിന്നുള്ള വെളിച്ചെണ്ണ. വിർജിൻ പ്ലസ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ, ചെറുപ്പമാകൂ. അനുകരിക്കുവാൻ പൂർവമാതൃകകളില്ലാത്ത ഈ നിഷ്കളങ്കമായ പരിസരത്തു നിന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു പുതിയ വിജയഗാഥ രചിക്കുന്നത്. റോഡും തോടും പാലവും മാത്രമല്ല വികസനമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ക്ഷേമ പദ്ധതികൾ. അതെ, വാക്കുകളേക്കാൾ അതിശയിപ്പിക്കുന്ന ആഴമുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് ഇവർ വിജയങ്ങളുടെ പൂർണ്ണ താരുണ്യകാന്തി വിരിയിക്കുന്നത്. ഒരു ജനകീയ ചുറ്റുപാടിനുള്ളിൽ ചെയ്യുവാൻ കഴിയുന്ന ജനസേവനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുക്കുകയും ക്രിയാത്മകമായി അവ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വീണ്ടും ചരിത്രാവർത്തനത്തിനുള്ള ശ്രമത്തിലാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള 13 ജില്ലകളിൽ നിന്നും വേറിട്ട ഒരു കാഴ്ചയായി വ്യതിരിക്തതയോടുകൂടിയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാറുള്ളത്. റോഡും തോടും പാലവും മാത്രമല്ല വികസനം എന്നുള്ളതും അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നീറുന്ന പ്രശ്നങ്ങളുമായി നീറുന്ന പ്രയാസങ്ങളുമായി കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷങ്ങൾക്കപ്പുറത്തേക്കും പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും ഒക്കെ തന്നെ. ഒറ്റ നിമിഷം കൊണ്ടല്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളൊന്നും വിഭാവന ചെയ്യാറുള്ളത്. ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള കണ്ടെത്തലുകളും അതുപോലെ തന്നെ മികവുറ്റ ആസൂത്രണം കൊണ്ടും മറ്റുള്ള ജില്ലക്ക് മാതൃകയായിക്കൊണ്ട് പല പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട വൃക്കരോഗികളെ സഹായിക്കുന്നതിനായി 2007 പ്രവർത്തനം തുടങ്ങിയ കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മഹനീയമായ മാതൃക കാണിച്ചു തരികയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒട്ടനവധി ശ്രദ്ധേയമായ പരിപാടികളിൽ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ സംരംഭമാണ് വൃക്കരോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭം. മലപ്പുറം ജില്ലയിലെ 2500-ൽ പരം വൃക്കരോഗികൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഡയാലിസിസ് നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായവും വൃക്ക മാറ്റിവെച്ച 400ഓളം രോഗികൾക്ക് ജീവിതാവസാനം വരെ അവർ കഴിക്കേണ്ടുന്ന മരുന്ന് സൗജന്യമായി നൽകിക്കൊണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സൗജന്യമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ 3 സൗജന്യ ഡയാലിസിസ് യൂണിറ്റുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമോ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സോ ഉപയോഗപ്പെടുത്താതെ മലപ്പുറം ജില്ലയിലെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകന്മാർ, ഇങ്ങനെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടി
ഓരോ വർഷങ്ങളിലും സംഭാവന സമാഹരിച്ചുകൊണ്ടാണ് ഈ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത്. നല്ല മനസ്സുള്ള മുഴുവൻ ജനങ്ങൾക്കുമൊപ്പം കഴിഞ്ഞ 5 വർഷമായി ജില്ലയിലെ പ്രൈമറി ക്ലാസുകൾ മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥിനികൾ ആവേശകരമായ പിന്തുണയാണ് ഈ പ്രവർത്തനത്തിന് നൽകിപ്പോരുന്നത്. മലപ്പുറം ജില്ലയുടെ ഈ സംരംഭം ഈ പരിസര പ്രദേശങ്ങളിലുള്ള ജില്ലാ പഞ്ചായത്തുകളും കേരളത്തിന് പുറത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവിടെ വരികയും പഠിക്കുകയും അവരുടെ നാടുകളിൽ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല നേടിയ വൻ കുതിപ്പിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകിയ വിജയഭേരി ഇന്ന് കേരളത്തിനാകെ മാതൃകയായി മാറുകയാണ്. വിജയവേദി പദ്ധതി നടപ്പാക്കിയതോടുകൂടി ജില്ലൻ്റെ അകത്തുള്ള എല്ലാ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും പഠന നിലവാരം ഉയർത്തുവാനും അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം ഉയർത്താനും സംസ്ഥാനത്തിൻ്റെ മാതൃകാപരമായ പ്രോജക്റ്റുകൾ സംസ്ഥാനത്തിന് കൊടുക്കാൻ ഞങ്ങളെ ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായിരുന്നു മലപ്പുറം. SLC റിസൾട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 14ാം സ്ഥാനത്താണ് ജില്ലയുടെ സ്ഥാനം. 15ാമത് ഒരു ജില്ല ഇല്ലാത്തത് കൊണ്ടാണ് 14ാം സ്ഥാനം. മാത്രമല്ല 2001 മുമ്പുള്ള SLC റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം 33-32% റിസൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് 55%. സംസ്ഥാനവും മലപ്പുറം തമ്മിൽ വ്യത്യാസം ഏകദേശം 22%. ആ ഒരു പ്രത്യേക പരിസ്ഥിതിയിലാണ് SLC റിസൾട്ട് മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, ജില്ലയുടെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജയഭേരി. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് SLC റിസൾട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ജില്ല വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. 2001-2002 വർഷത്തിലാണ് വിജയഭേരി പദ്ധതി ആരംഭിക്കുന്നത്. ഏകദേശം സംസ്ഥാനത്ത് 4.5 ലക്ഷം കുട്ടികൾ ഒരു വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു. അതിൽ ഏകദേശം 80,000-ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ്. സംസ്ഥാനത്തെ കുട്ടികളുടെ ആകെ എണ്ണത്തിൻ്റെ ഏകദേശം 1/6 കുട്ടികൾ മലപ്പുറത്താണ് പരീക്ഷ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ തോൽവി അല്ലെങ്കിൽ കുട്ടികൾ പരാജയപ്പെടുന്നത് സംസ്ഥാന ശരാശരിയെ കൂടെ താഴോട്ട് വലിക്കുന്നു. സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ വിജയഭേരി പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ഒരു വർധനവ് റിസൾട്ട് ഉണ്ടായി. കഴിഞ്ഞ 2014 അധ്യയന വർഷത്തിലെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന ശരാശരി 95.47 ആയ സമയത്ത് മലപ്പുറം 95.48% എത്തി സംസ്ഥാന ശരാശരിയോടൊപ്പം ജില്ലയെ എത്തിക്കാൻ കഴിഞ്ഞു. 2013-14 വർഷത്തിൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തൊരു മികച്ച വിജയമാണ് നമ്മുടെ ഈ കലാലയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 1310 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ആ 310 വിദ്യാർത്ഥികളിൽ 120 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളും A+ ലഭിക്കുകയും 85ഓളം കുട്ടികൾക്ക് ഒരു വിഷയത്തിൽ മാത്രം A+ നഷ്ടപ്പെട്ടതിനാൽ മുഴുവൻ A+ നേടിയവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തപ്പോൾ മറ്റെല്ലാ ഗ്രേഡിലും A+ താഴെയുള്ള A ഗ്രേഡും B ഗ്രേഡ് B+, അതുപോലെ എല്ലാ ഗ്രേഡിനത്തിലും ഈ സ്കൂളിന് മികച്ച വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. 2001 തന്നെ ജില്ലാ പഞ്ചായത്ത് ഈ പരിപാടി തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത്തരം പരിപാടികൾ നടപ്പിലാക്കിയൊരു സ്കൂൾ കൂടിയായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. എന്നാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപാടി വന്നതോടുകൂടി ഞങ്ങൾ അതിലേക്ക് മാറുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടും അവരുടെ നിർദ്ദേശത്തോടും പടിപടിയായിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ വിജയം ഉയർന്നു വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി മലപ്പുറത്തിൻ്റെ കൂട്ടായ്മ, അതാണ് പ്രതീക്ഷ. ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും ഈ പദ്ധതിയിൽ കൈകോർക്കുന്നു. മക്കളോടൊപ്പം
അകത്തളങ്ങളിൽ കഴിയേണ്ട ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ അവസ്ഥ അവരുടെ അമ്മമാരുടേതാണ്. അവർക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ബാങ്ക് പോകണമെങ്കിൽ പോലും അവർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടികളോടൊപ്പം തന്നെ അമ്മമാരെയും ഒരു പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രതീക്ഷാലയം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് ചില സ്കൂളുകളോട് ചേർന്നിട്ട് പ്രവർത്തിക്കാനും തുടങ്ങി. സ്കൂളിലാകുമ്പോൾ മറ്റുള്ള കുട്ടികളെ കണ്ടുകൊണ്ട്, ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് ഇവർക്കതൊരു പ്രോത്സാഹനമാവും. മറ്റുള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള ഒരു മാനസിക വികസനത്തിന്, അല്ലെങ്കിൽ അവർക്കും ഇവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹതാപത്തിനും ഇടവരും. അങ്ങനെ ചില 12 സ്ഥലങ്ങളിൽ 12 പഞ്ചായത്തുകളിൽ ഞങ്ങൾ പ്രതീക്ഷാലയം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ അംഗനവാടി ടീച്ചർമാരുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെയാണ് അത് പോകുന്നത്. മിക്കവാറും ഗവൺമെൻറ് സ്കൂളുകളിൽ SSA ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വളരെ നല്ല സന്മനസ്സുള്ള സന്നദ്ധ പ്രവർത്തകർ ഇത് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ള ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇതൊക്കെ കൊടുത്തു വരുന്നുണ്ട്. സമൂഹത്തിലെ വലിയ ഒരു പിന്തുണയാണ് പ്രതീക്ഷ പദ്ധതിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കും ഇതിനകം തന്നെ ആശ്വാസം പകരാൻ പ്രതീക്ഷ ഡേ കെയർ സെൻ്ററുകൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഇംഹാൻസിൻ്റെ സഹായത്തോടുകൂടെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന പ്രതീക്ഷാലയങ്ങൾ, അതുവഴിയുള്ള സേവനങ്ങൾ എല്ലാം ഒരു തദ്ദേശ ഭരണകൂടത്തിൻ്റെ ശരിയായ ഉത്തരവാദിത്തം നിറവേറ്റാനാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ശ്രമിച്ചു വരുന്നത്. കാർഷിക മേഖലയിൽ വളരെ ശാസ്ത്രീയമായ കൃഷിരീതികളും പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ജില്ലാ പഞ്ചായത്ത്. വിത്തും കൊയ്ത്തും വിളവുമെല്ലാം മറന്നു തുടങ്ങിയ മലയാളി മനസ്സിലേക്ക് ചാഞ്ഞിറങ്ങുന്ന നല്ല ഉദ്യമങ്ങൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് ഉൽപ്പാദന മേഖലയിൽ ജില്ലാ പഞ്ചായത്തിന് വിട്ടുതന്ന 4 അഗ്രികൾച്ചർ ഫാമുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പൗൾട്രി ഫാമും ഉണ്ട്. അപ്പോൾ ഈ ഫാമിൽ കൂടി നമ്മുടെ ജില്ലയിലെ കർഷകർക്ക് അവർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, വിത്ത്, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ നമ്മൾ അതിനുള്ള ഫണ്ട് വകയിരുത്തുകയും അത് നമ്മുടെ ജില്ലയിലെ കൃഷി ഫാമുകളിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്ന രീതിയിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 4 കൃഷി ഫാമുകളാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉള്ളത്. അതിൽ ഒന്ന് ചുങ്കത്തറ ഡിസ്ട്രിക്ട് കൃഷി ഫാം, അതോടൊപ്പം തന്നെ ആനക്കയം സ്റ്റേറ്റ് സീഡ് ഫാം, തവന്നൂർ സ്റ്റേറ്റ് സീഡ് ഫാം, അതോടൊപ്പം പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറി, തവന്നൂരിലെ നെല്ല് ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ആനക്കയത്തെ നമ്മുടെ സീഡ് ഫാം. ഇതും നെൽകൃഷി എങ്ങനെ വികസിപ്പിക്കാമെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നെൽകൃഷി രംഗത്ത് കർഷകരെ പിടിച്ചു നിർത്തുന്നതിന് പ്രത്യേകിച്ചും തൊഴിലാളികളുടെ അപര്യാപ്തത നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയിൽ ആധുനിക സജ്ജീകരണങ്ങൾ, ആദ്യ കാർഷിക യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ജില്ലയിലെ കർഷകർക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ ജില്ലാ പഞ്ചായത്ത് അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതിയിൽ കൂടി ജനങ്ങൾക്ക് അവരുടേതായ രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ആധുനിക കാർഷിക യന്ത്രങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് അത് നമ്മുടെ അഗ്രികൾച്ചർ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഫാമുകൾക്ക് ആവശ്യമായ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുകയും ജനങ്ങൾക്ക് കൊയ്ത്ത് കാലത്ത് തൊഴിലാളികളെ ലഭിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പൈൻ ഹാർവസ്റ്റർ അടക്കം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അത് വാങ്ങിക്കൊണ്ട് യഥാസമയം അതിൻ്റെ സീസണിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മൂടൽമഞ്ഞിൽ നിന്നും തണുത്ത ആലസ്യങ്ങളിൽ നിന്നും ഉയർന്നെണീക്കുന്ന പ്രതീക്ഷകൾ. വെള്ളത്തിൽ പതിഞ്ഞുകിടക്കുന്ന കുളത്തിലെ തവളകളല്ല, മാനം നോക്കി വിടർന്നു നിൽക്കുന്ന ഒറ്റപ്പൂവിൻ്റെ ആത്മവിശ്വാസമാണ് വികസനത്തിലേക്കുള്ള പാതകൾ എന്ന് പറഞ്ഞു തരുന്നു
മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധാരാളം ഈ രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ വളരെ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും അതിൻ്റെ കുറ്റമറ്റമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടു നടക്കുന്നതിനും ഭരണവിഭാഗത്തെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ വിഭാഗവും ഒത്തൊരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത. ഭരണവിഭാഗവും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവും ഒരേ തോളുരുമ്മിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് എല്ലാ പദ്ധതി നിർവഹണത്തിനും നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി മറ്റ് ജില്ലാ പഞ്ചായത്തുകളോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യത്തിലുള്ള ശതമാനത്തിൽ എന്നും മലപ്പുറം ജില്ല മുൻപന്തിയിലാണ്. അത് ഈ കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. മലപ്പുറം ജില്ലയിലെ ക്യാമ്പസുകളിൽ തണൽക്കൂട്ട് ഇന്നൊരു ആവേശമായി പടരുകയാണ്. ലക്ഷ്യബോധവും തിരിച്ചറിവുമുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്ന ക്യാമ്പസ് കൂട്ടായ്മ, അതാണ് തണൽക്കൂട്ട്. 2012 ഒക്ടോബർ മാസത്തിലാണ് തണൽക്കൂട്ടിൻ്റെ ആദ്യത്തെ യൂണിറ്റ് മലപ്പുറത്ത് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ 130 യൂണിറ്റ് മലപ്പുറത്തുണ്ട്. 130 ക്യാമ്പസുകളിൽ തണൽക്കൂട്ടിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ഒരു ക്യാമ്പസിൽ 100 കുട്ടികളാണ് തണൽക്കൂട്ട് മെമ്പേഴ്സായിട്ടുള്ളത്. പ്രിൻസിപ്പാളും 2 അധ്യാപകരും അതിൻ്റെ ആനിമേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ് ഈ ഒരു വിഷനോട് കൂടിയിട്ടാണ് ഓരോ പ്രോഗ്രാമും ഓർഗനൈസ് ചെയ്യുന്നത്. ജീവിതത്തിൽ താളം തെറ്റിയവരുടെ താളത്തെ എങ്ങനെയാണ് നമ്മളുടെ സാന്ത്വനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക, അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവരുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് ഉയർത്തേണ്ടത്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടിയുടെ അച്ഛൻ കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് കണ്ടെത്തുകയും അവർക്ക് വളരെ വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവർക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിക്കൊടുക്കുവാനായിട്ട് സാധിച്ചു.